السلام عليكم ورحمة الله وبركاته. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه أجمعين أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الله لا يخفى عليه شيء في الأرض ولا في السماء وهو السميع العليم. وقال الله تعالى أيضا يعلم خائنة الأعين وما تخفي الصدور. صدق الله العظيم. അൽഹംദുലില്ലാഹ്, അല്ലാഹുവിൻ്റെ വലിയ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഹദീസിൻ്റെ പഠനങ്ങൾ ഓരോ ദിവസവും പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. 4 ഹദീസുകളാണ് ഇതുവരെ നമ്മൾ പഠിച്ചു കഴിഞ്ഞത്. ഇൻഷാ അല്ലാഹ് ഇന്ന് അൽ മുറാഖബ, അള്ളാഹുവിൻ്റെ നിരീക്ഷണം എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഹദീസ് പഠിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞിട്ടുണ്ട്, ഇന്നല്ലാഹ ലാ യഖ്ഫാ അലൈഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വ തആല ലാ യഖ്ഫാ അലൈഹി ഷൈഉൻ, അവൻ്റെ അടുക്കൽ, അവൻ്റെ മുമ്പിൽ ഒരു കാര്യവും അവ്യക്തമല്ല. ഫിൽ അർദി വലാ ഫിസ് സമാ, ഭൂമിയിലായാലും ആകാശത്തായാലും എല്ലാ കാര്യങ്ങളെയും കൃത്യമായി നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാണ് അള്ളാഹു. അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിന് അതീതമായിട്ട് ഒരു കാര്യവും തന്നെ ഈ ഭൂമി ലോകത്ത് ഇല്ല. വേറൊരു ആയത്തിൽ ഇപ്രകാരം പറയുന്നു, യഅലമു ഖായിനത്തൽ അയുൻ വമാ തുഖ്ഫിസ് സുദൂർ. അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ണുകളുടെ ഇമ വെട്ടുന്ന കാര്യം വരെയും അറിയുന്നു. ഓരോ മനുഷ്യൻ്റെയും കണ്ണിൻ്റെ ഇമ ഓരോ സെക്കൻഡും എത്ര പ്രാവശ്യമാണ് വെട്ടുന്നത് എന്നറിയാം. ഇങ്ങനെ കോടാനുകോടി ജനങ്ങളുടെയും കോടാനുകോടി ജീവജാലങ്ങളുടെയും കണ്ണിൻ്റെ ഇമ വെട്ടുന്നത് പോലും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൃത്യമായ സൂക്ഷ്മമായ നിരീക്ഷണത്തിന് ഉള്ളിലുള്ളതാണ് എന്ന് അല്ലാഹു പറയുന്നു. വമാ തുഖ്ഫിസ് സുദൂർ, മാത്രമല്ല നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ എന്തെങ്കിലും ചിന്തിക്കുന്നുണ്ട് എങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ഏതെങ്കിലും ഒരു വിഷയം തോന്നുന്നുണ്ട് എങ്കിൽ ആ തോന്നലും ആ ഹൃദയത്തിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ വരെയും അള്ളാഹു കൃത്യമായി അറിയുന്നു. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ പരിപൂർണമായും വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ നിരീക്ഷണത്തിന് അതീതമായിട്ട് നമ്മെക്കൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല എന്നാണ് അള്ളാഹു വ്യക്തമാക്കി തരുന്നത്. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ എത്രത്തോളം വിഷയങ്ങളാണ് നാം ഓരോരുത്തരും ചെയ്യുന്നത്. സൽക്കർമ്മങ്ങളും ദുഷ്കർമ്മങ്ങളും, നല്ല ചിന്തകളും ദുർചിന്തകളും, നല്ല കാഴ്ചകളും മോശമായ കാഴ്ചകളും, നല്ല സംസാരങ്ങളും മോശമായ സംസാരങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഓരോ ദിവസത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും വന്നു പോകാറുണ്ട്. ഈ പ്രവർത്തനങ്ങളിലും നമ്മുടെ ഈ ചലനങ്ങളിലെല്ലാം നാം അള്ളാഹുവിനെ ഓർക്കുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അള്ളാഹു നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അള്ളാഹു പരിപൂർണമായും നമ്മുടെ പ്രവർത്തനങ്ങൾ കാണുന്നുണ്ട് എന്നുള്ള ഒരു ബോധം നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും നമ്മുടെ ചിന്തകളിലും എപ്പോഴും ഉണ്ടായിരിക്കേണ്ടത് അനിവാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ സദാസമയവും വീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാകണം. നമ്മളൊരു തിന്മ ചെയ്യുമ്പോൾ എല്ലാ മനുഷ്യർക്കുമുള്ള ഒരു സ്വഭാവമാണ് താൻ ചെയ്യുന്ന കാര്യം വേറൊരു മനുഷ്യനോ വേറൊരു ജീവജാലമോ അറിയാതെ, സ്വന്തമായി വേറെ ഓരോ ആളുകളും അറിയാതെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. നാം അല്ലാത്ത വേറൊരു മനുഷ്യനും കാണരുത്, അറിയരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണ് തിന്മകൾ ചെയ്യുമ്പോൾ. പക്ഷേ അപ്പോഴും നമ്മുടെ എല്ലാം ചിന്തകളിൽ വേറൊരു കാര്യം കൂടി ഉണ്ടാകുന്നുണ്ട്. എന്താണ്? അതിൻ്റെ എതിരായിട്ട് നമുക്ക് ഇപ്രകാരം നമുക്കതിനെ മനസ്സിലാക്കാം. ഞാൻ ചെയ്യുന്ന ഈ നീചമായ പ്രവൃത്തി ഒരു മനുഷ്യനും കാണാൻ പാടില്ല, പക്ഷേ എന്നെ സൃഷ്ടിച്ച എൻ്റെ പടച്ചവൻ കണ്ടാൽ കുഴപ്പമില്ല എന്നുള്ള ഒരു രീതിയിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ, അല്ലേ?
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ള ബോധം നമുക്ക് ഉണ്ടായിരിക്കെ തന്നെയാണ് നമ്മൾ തിന്മകളിൽ വ്യാപൃതരാകുന്നത്. നമ്മയെല്ലാം പടച്ച് പരിപാലിക്കുന്ന പടച്ചു തമ്പുരാൻ നമ്മുടെ തിന്മകൾ കണ്ട് സന്തോഷിക്കുമോ? ഇല്ല. നമ്മുടെ തിന്മകളിലൂടെ അരിശം തോന്നും, നമ്മോട് ദേഷ്യമുണ്ടാകും, നമ്മുടെ മേൽ അള്ളാഹുവിൻ്റെ കാരുണ്യം അള്ളാഹു എടുത്തു കളയും. അള്ളാഹു കാക്കുമാറാകട്ടെ. നമ്മുടെ തിന്മകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിപൂർണമായും പുറത്തു തരുമാറാകട്ടെ. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നത്തെ ഹദീസ് ഇതാണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇത്തഖില്ലാഹ് ഹൈസുമാ കുൻത് വഅത്ബിഇസ് സയ്യിഅത്തൽ ഹസനത തംഹുഹാ വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ആണ് ഈ ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ബഹുമാനപ്പെട്ട തിർമിദി റഹ്മഹുല്ലാ ഈ ഹദീസിനെ അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ 1987 ഹദീസായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താണ് ഹദീസ്? ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത വഅത്ബിഇസ് സയ്യിഅത്തൽ ഹസനത തംഹുഹാ വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത്, നീ എവിടെയാണെങ്കിലും, നീ ഏത് സ്ഥലത്താണെങ്കിലും, ഒറ്റയ്ക്കുള്ള ഒരു മുറിയിലാണെങ്കിലും, രാത്രിയുടെ ആ നിശാരാത്രിയിൽ ഒറ്റയ്ക്കിരിക്കുന്ന സമയത്താണെങ്കിലും നീ എന്ത് ചെയ്യുക? ഇത്തഖില്ലാ, അള്ളാഹുവിനെ സൂക്ഷിക്കുക. വഅത്ബിഇസ് സയ്യിഅത്തൽ ഹസനത തംഹുഹാ. ഇനി ഏതെങ്കിലും ഒരു ദുർഘടമായ സാഹചര്യത്തിൽ, ഏതെങ്കിലും ഒരു അപ്രതീക്ഷിതമായ സാഹചര്യത്തിൽ, ഈമാൻ ചെറുതായി നഷ്ടപ്പെട്ടു പോയ ഒരു സാഹചര്യത്തിൽ നീ എന്തെങ്കിലും തിന്മകൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ നീ എന്ത് ചെയ്യണം? ഒരു നന്മ പ്രവർത്തിക്കണം. നീ ചെയ്ത തിന്മയെ മായ്ച്ചു കളയുന്ന പോലെ ഒരു നന്മ പ്രവർത്തിക്കണം. എന്തെങ്കിലും ഒരു മോശമായ കാര്യം ആരെങ്കിലും പറഞ്ഞുപോയി, എന്തെങ്കിലും തിന്മയായ ഒരു കാര്യം ചെയ്തു പോയി, ഒരു സ്വതക്ക കൊടുക്കുക, 2 റക്അത്ത് നമസ്കരിക്കുക, കുറച്ച് ദിക്റുകൾ ചൊല്ലുക, ഖുർആൻ പാരായണം ചെയ്യുക തുടങ്ങി എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ തിന്മയെ നീ മായ്ച്ചു കളയണം. വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ, ജനങ്ങളോട് നല്ല നിലയിൽ വർത്തിക്കണം, സൽസ്വഭാവത്തോടു കൂടി പെരുമാറണം, ആരോട് മോശമായി പെരുമാറരുത് തുടങ്ങിയിട്ടുള്ള നിർദ്ദേശങ്ങളാണ് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്നത്. ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നിരീക്ഷിക്കുന്നുണ്ട്, നമ്മുടെ തിന്മകൾ കാണുന്നുണ്ട്, നമ്മുടെ നന്മകളും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ തിന്മകൾ നമുക്ക് ചെയ്യേണ്ടി വന്നാൽ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ തിന്മകൾ ചെയ്യേണ്ടി വന്നാൽ ആ തിന്മയിൽ നിന്നും പശ്ചാത്തപിക്കുന്ന രീതിയിൽ നമസ്കരിക്കുക, വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുക, ദിക്റുകൾ ചൊല്ലുക, ആർക്കെങ്കിലും എന്തെങ്കിലും നന്മകൾ ചെയ്തു കൊടുക്കുക, സഹായങ്ങൾ ചെയ്തു കൊടുക്കുക, സ്വതക്കകൾ ചെയ്യുക തുടങ്ങിയുള്ള സൽക്കർമ്മങ്ങളിലൂടെ നാം ചെയ്ത തിന്മയെ മായ്ച്ചു കളയാൻ വേണ്ടി ശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അവൻ്റെ നിരീക്ഷണത്തിന് പുറത്ത് നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒരു ബോധം നമുക്ക് ഉണ്ടാവുകയും ആ ബോധം ഉണ്ടാകാൻ മാത്രം പോരാ, അതിലൂടെ തിന്മകൾ ത്യജിക്കാനും അതിനെ വെടിയാനുമുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്നത്തെ ഹദീസ് എല്ലാവർക്കും വ്യക്തമാണ് എന്ന് വിശ്വസിക്കുന്നു. ഈ ഹദീസ് നിർബന്ധമായിട്ടും പഠിക്കുക, പ്രാവർത്തികമാക്കുക, നമ്മുടെ ജീവിതത്തിൽ ഇതിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുക. ഒന്നും കൂടി ആ ഹദീസ് പറയാം. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ഇത്തഖില്ലാഹ ഹൈസുമാ കുൻത വഅത്ബിഇസ് സയ്യിഅത്തൽ ഹസനത തംഹുഹാ വഖാലിഖിൻ നാസ ബിഖുലുഖിൻ ഹസൻ. റവാഹു തിർമിദി. ഓക്കെ, എല്ലാവരും പഠിക്കുക, പ്രചരിപ്പിക്കുക, ജീവിതത്തിൽ ഉൾക്കൊള്ളുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാപങ്ങളെയും പൊറുക്കട്ടെ. നാം ചെയ്ത എല്ലാ മോശമായ പ്രവർത്തനങ്ങളെയും നമ്മുടെ സൽക്കർമ്മങ്ങൾ കൊണ്ട് നന്മകളാക്കി മാറ്റാനുള്ള ഭാഗ്യം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.